നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രസ്ഥാപനങ്ങളിലൊന്നായ കേരള കൗമുദിയുടെ എഡിറ്റർ ഇൻ ചീഫായിരുന്ന ശ്രീ MS മണി സാറിൻ്റെ മകളും മുതിർന്ന മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള വത്സാമണി മാഡമാണ് ഇന്ന് ABC ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം മാഡം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മാഡവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ടോക്ക് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അതിൻ്റെ വളരെ ചൂടേറിയൊരു ഘട്ടത്തിലൂടെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയും ചെയ്തു 102 മണ്ഡലങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ ചാനലുകളും ഓൺലൈൻ മീഡിയകളൊക്കെ നോക്കുന്ന ആളുകൾ കാണുന്നത് മുഴുവൻ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. തൃശ്ശൂർ പൂരം താനെ എത്തി, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇറങ്ങി, ചിറക്കൽ കാളിദാസൻ വരുമോ ഇല്ലയോ, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ച. ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് പറ്റുമോ? അല്ല, അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പൂരം നമ്മളെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രൗഢമായിട്ടുള്ള പാരമ്പര്യം ഷോക്കേസ് ചെയ്യുന്ന ഒരു ഉത്സവമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ. പക്ഷെ ഇന്നലെ ഇവർ മറ്റുള്ള മുഖ്യധാര ചാനലുകൾ ചെയ്യേണ്ടിയിരുന്നത് അതിനോടൊപ്പം തന്നെ ഒരു സ്ക്രോളോ അല്ലെങ്കിൽ പിക്ചർ ഇൻ പിക്ചറോ കാണിക്കാൻ. ഈ വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് ശതമാനം മാത്രമല്ല, വോട്ടിംഗ് ഇത് പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് കുറവാണോ കൂടുതലാണോ. ഇപ്പം നാഗാലാൻഡിൽ ഇപ്പം ഇന്നത്തെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, നാഗാലാൻഡിൽ 6-7 വരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ചെന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഹൈലൈറ്റ്സ് എങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അതിനെ മൊത്തം ഇതാക്കിയിട്ട് തൃശ്ശൂർ പൂരം, ഓഫ് കോഴ്സ് തൃശ്ശൂർ പൂരം ഇസ് അറ്റ് ദ ഹാർട്ട് ഓഫ് എവറി നമ്മളെ മലയാളിയുടെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഒരു ഉത്സവമാണ്. അത് ഗജവീരന്മാരിങ്ങനെ നിൽക്കുന്നതും പിന്നെ പാറമേക്കാവും അതുമൊക്കെ ആയിട്ടുള്ള. അപ്പം പക്ഷെ അത് അതിൻ്റെ തതുല്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ജനോത്സവമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അതും വിവിധ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, പിന്നെ UPയുടെ വെസ്റ്റേൺ UP, ബംഗാൾ, ത്രിപുര, അങ്ങനെ ഈ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളും ചുറ്റുപാടുകളുള്ള സ്ഥലങ്ങളിലാണ് ഇന്നലെ വോട്ട് നടന്നത്. അപ്പോൾ അവിടുത്തെ ഈ സ്ഥലങ്ങളുടെ തന്നെ വളരെ സങ്കീർണമാണ്. അപ്പോൾ അതിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ മാധ്യമ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾ എന്ത് കാണണം, എന്ത് പറയണം, എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ചില മാധ്യമ സ്ഥാപനങ്ങളാണെന്ന് തോന്നാറുണ്ട്. അത് മാഡത്തോട് തന്നെ ചോദിക്കാൻ കാരണം, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പിനും അല്ലാതെയായിട്ട് പലതരം റിപ്പോർട്ടിങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മാഡം. ഒരാളുടെ അടുത്ത് നമ്മൾ ചെന്ന ഒരു ജനത്തിൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി ചോദിക്കുമ്പോൾ മാഡത്തിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് മാഡത്തോട്? ഇന്നത്തെ മാധ്യമങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ ടെലിവിഷൻ്റെ ഇത് വന്നുകൊണ്ട് അവർ ഈ യങ്സ്റ്റേഴ്സിനാണ് വിടുന്നത്, ട്രെയിനീസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ചെന്ന് ചോദിക്കുന്നതാണ്, ഇത്തവണ ആര് ജയിക്കും, നിങ്ങൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഏത് സർക്കാരിനെ. അത് സ്പെസിഫിക് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം സ്പെസിഫിക് ആയിരിക്കണം. ലോക്സഭയുടെ ഇലക്ഷൻ നടക്കുകയാണ്, അപ്പോൾ ആരായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ഏത് കാൻഡിഡേറ്റിനാണ് ജയിക്കാൻ സാധ്യത, ആർ യു ഹാപ്പി വിത്ത് ദ ഗവൺമെൻറ്, നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ എന്താ. അത് ഇപ്പോൾ ഒട്ടുമുക്കാൽ പേർക്കും കൺഫ്യൂഷനാണ്. കാരണം അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തൃപ്തരല്ല. അതേസമയത്ത് അവർ ഞാൻ അറിഞ്ഞിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വളരെ തൃപ്തരാണ്. ഞാൻ 30 വർഷം മുമ്പ് വാജ്പേയി വേഴ്സസ് രാജ് ബബ്ബാർ ലക്നൗവിൽ ഞങ്ങളവിടെ പോയപ്പം ഞങ്ങളവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ 3 വാക്കുകൾ ഹിന്ദിയിൽ, മുർദാ ക്യാ ഹേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കും. ആ ജനങ്ങൾ പെട്ടിക്കടക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, UPയിലുള്ള ആൾക്കാർ. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയും. അതാണ് ഞങ്ങളുടെ സ്റ്റോറി. അല്ല, ഞങ്ങൾ അവർക്ക് അങ്ങോട്ട് അവരെ എങ്ങനെ ചിന്തിക്കണമെന്ന് ഞങ്ങൾ പറയില്ല.
അവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതാണ് ഞങ്ങളുടെ റിപ്പോർട്ടായിട്ട് പ്രതിഫലിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അല്ല, ഇത് ഈ മേഡം പറഞ്ഞതുപോലെ നേരത്തെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് അതിന് ഊന്നിയായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറി മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു താല്പര്യമുണ്ട് ഈ വിഷയം വേണം ഇന്ന് ചർച്ചയാകാൻ എന്ന്, അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ്. അതല്ലേ അർത്ഥം? അതെ, അത് തന്നെയാണ്. കാരണം ഇപ്പം അതും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇപ്പം ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തി. നമ്മളെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെക്കുറിച്ച്. അതിന് മുഖ്യമന്ത്രിയാണോ മറുപടി പറയേണ്ട? മുഖ്യമന്ത്രി എത്രയോ സീനിയറാണ്. എത്രയോ രാഹുൽ ഗാന്ധി ആയത് തന്നെ പാരമ്പര്യം കൊണ്ടാണ്. പക്ഷെ മുഖ്യമന്ത്രിയാണെങ്കിലോ അദ്ദേഹം എത്രയോ ഇലക്ഷൻസും എല്ലാം കഴിഞ്ഞ് വന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അല്ല മറുപടി പറയേണ്ട. പാർട്ടി സെക്രട്ടറി ഇല്ലേ, അവിടെ വേറെ മുതിർന്ന നേതാക്കന്മാരില്ലേ, അവർ വേണ്ടിയല്ലേ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തതുല്യമായിട്ട് പറയാനുള്ള ആ ഒരു പ്രായത്തിലുള്ള നേതാക്കന്മാരില്ലേ, അവരല്ലേ പറയേണ്ടത്? അപ്പോൾ അത് ഒരു ഇതായിട്ട് തോന്നി എനിക്ക്. അതുപോലെ തന്നെ മാഡം മറ്റൊരു വലിയ പ്രശ്നമാണ്, അതായത് മാധ്യമങ്ങളുടെ ചില അഭിപ്രായ സർവേകളൊക്കെ വരുമ്പോൾ, ശരിയാണ്, എക്സിറ്റ് പോളുകളും കാര്യങ്ങളും ഒക്കെ അതും ജനങ്ങളും വളരെ താല്പര്യത്തോടെ നിരീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് അവർ ചില കാര്യങ്ങൾ അനാവശ്യം ഇതിനിടെ കുത്തിക്കയറ്റുന്നവരെ തോന്നാറുണ്ട്. അതായത് ഈ ഇലക്ഷന് ഈ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്ര ശതമാനം ഇന്ന പാർട്ടിക്ക് പോവാം, ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ, അങ്ങനെ ജാതി തിരിച്ച് മതം തിരിച്ച് ഇത്ര ശതമാനം വോട്ടുകൾ ഇന്ന പാർട്ടിക്ക് പോകാം, ഇത്ര പാർട്ടികൾക്ക് അനുകൂലമായിരിക്കാം. ഇങ്ങനെ ജാതി തിരിച്ചുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ എന്നാണ് മാധ്യമ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്? ജാതി തിരിച്ചുള്ള വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴത്തെ ഒരു പ്രക്രിയ, അത് മീഡിയ കൊണ്ട് തന്നെ കൊണ്ടുവന്ന ഒരു പ്രക്രിയയാണ്. പണ്ടും ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥ, പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നോക്കിയാൽ ഈഴവരാണ് കൂടുതൽ. അത് ഓഫ് കോഴ്സ് അവർക്ക് ഡെമോഗ്രാഫിക് അതിനു വേണ്ടിയുള്ള പേർപ്പസസിനെ അറിയണം. നമ്മൾ ഒരു സ്ഥലത്ത് എത്ര ഇന്ന ജാതിയിലുള്ള ഇന്ന മതത്തിലുള്ള എത്ര പേരുണ്ടെന്നുള്ള. പക്ഷെ അത് റിപ്പോർട്ടിങ്ങിൽ എന്താണ് അതിന് പ്രാധാന്യം? അത് ശരിക്കും പറഞ്ഞാൽ ഹരിജൻ എന്നുള്ള വാക്ക് നിരോധിച്ചത് മാതിരി മാധ്യമങ്ങൾ ഈ ഇതിൽ പരാമർശം, ജാതി വ്യവസ്ഥയിൽ പരാമർശം നടത്തുന്ന അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അത് നിരോധിക്കണം. കാരണം മാധ്യമങ്ങൾ ജാതിയുടെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉദാഹരണം ചോദിച്ചോട്ടെ, MT വാസുദേവൻ വോട്ട് ചെയ്യാൻ പോകണം. അത് ഏത് വോട്ടായിട്ട് വരും? നായർ വോട്ടോ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ? നമുക്കെല്ലാവർക്കും സുപരിചിതനായ, നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകും. അദ്ദേഹത്തിൻ്റെ വോട്ട് ഏതിൽ വരും? എന്തിന്? നമ്മളെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രി, അദ്ദേഹം പോയി വോട്ട് ചെയ്യുമ്പോൾ അത് ഈഴവ വോട്ടാവും. പിന്നെ ഒരുപാട് പരാമർശങ്ങളിലും എഴുത്തിലൂടെ വിവാദ പുരുഷനായ സക്രിയയ്ക്കും വോട്ടവകാശമുണ്ട്. സക്രിയ വോട്ട് ചെയ്യാൻ പോകുമ്പം അത് ക്രിസ്ത്യൻ വോട്ടാവും. അപ്പോൾ അത് പിന്നെ യൂസഫ് അലി പറന്നു വന്നാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുമ്പോൾ അത് മുസ്ലിം വോട്ടാവും. അപ്പോൾ ഉടനെ ഇന്ന മുസ്ലിം വോട്ട്. അപ്പോൾ അത് എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ഇറ്റ് ഷുഡ് ബി ബാൻഡ്. ആ ഒരു രീതിയിലുള്ള മാധ്യമങ്ങളുടെ ഒരിത്, അതിനെ കുറിച്ച് നോക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. അവർ നോക്കിക്കോളും. സമുദായ നേതാക്കന്മാരുണ്ട്. ഇപ്പം സമുദായ നേതാക്കന്മാർ പറയുന്ന കണക്കാണോ സമുദായം വോട്ട് ചെയ്യുന്നത്? അല്ല, അവിടെ എല്ലാവരും അവരുടെ റൈറ്റ്സ് യൂസ് ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ എവിടെ ഇൻ്റർഫിയറൻസ് ആണ് അനാവശ്യമായിട്ട് തോന്നുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുള്ളത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഇടയിൽ, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ജാതി പറഞ്ഞിട്ടുള്ള. അതും നമുക്ക് അത് കേൾക്കുമ്പോൾ വളരെ അരോചകമാണ്. കാരണം ഇങ്ങനെ അപ്പം നമ്മളൊക്കെ ഒരുമാതിരി ഒരു
നമ്മുടെ ക്ലാസിഫൈഡ് ഹ്യൂമൻസ് എന്നൊക്കെ നമ്മളിപ്പം ഓരോ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്ന കണക്ക് അങ്ങായി പോകും. എല്ലാവരും തുല്യരെന്നും ഭാരതീയരെന്നോ കേരളീയരെന്നോ അല്ല. ഇപ്പൊ ശരിക്കും നമ്മൾ എന്താണ്? ഒന്ന് നമ്മൾ മനുഷ്യവംശമാണ്. പിന്നെ രണ്ടാമത് എന്തിനാ പണ്ട് വയലാർ തന്നെ എഴുതിയ പാട്ടിലുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ഇതെല്ലാം മനുഷ്യ സൃഷ്ടിയാണ്. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഇഷ്യൂ ബേസ്ഡ് ആണ് ആവേണ്ടത്. ഇഷ്യൂ ഇപ്പം തിരുവനന്തപുരത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അത് ഏതെങ്കിലും മാധ്യമം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഇന്ന ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പം ഉടനെ തന്നെ ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പല മീഡിയ, കേരള കൗമുദി, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, ഇമ്പാക്റ്റ് എന്നും വേണ്ട, അതാണ് കായ്ക്കൂടെ? അതെന്തുണ്ടാവുന്നില്ല? അപ്പം ഈ ജാതി പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടാക്കുന്നത് തന്നെ മീഡിയ കണക്കല്ലേ? അപ്പോൾ ആ ഒരു ട്രെൻഡ് അത്ര ശരിയല്ല. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡൊക്കെ തുടങ്ങിയതിന് ശേഷം മാധ്യമ റിപ്പോർട്ടിങ്ങിന്റെ രീതികൾ മാറിയതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരാളുടെ കയ്യിൽ ഒരു മൈക്കും കൊടുത്ത് വിട്ടിട്ട്, മേഡം നേരത്തെ സൂചിപ്പിച്ച ഒരു ട്രെയിനി റിപ്പോർട്ടറിന്റെ കയ്യിൽ എന്തെങ്കിലും മൈക്കും കൊടുത്ത് വിട്ടിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുകയാണ്. എന്തെങ്കിലും ഒരു മണ്ടത്തരം ചോദ്യം ചോദിക്കുക, എന്നിട്ട് ചുമ്മാ കുറച്ച് അത് സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ച് വൈറലാക്കാൻ പറ്റുന്ന കുറച്ച് ക്ലിക്ക് ബൈറ്റിനുള്ള സാധനം കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് ട്രെയിനി റിപ്പോർട്ടിനൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇത് അടുത്തൊരു ജനറേഷനിലേക്ക് ഒരു മാധ്യമ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ വളരെ നെഗറ്റീവായിട്ടല്ലേ ബാധിക്കാൻ പോകുന്നത്? കാരണം ഇവരൊക്കെ അല്ലേ സീനിയർ മാധ്യമപ്രവർത്തകരാകും. നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, ആ ട്രെയിനിങ്ങിന്റെ ബേസ് കണക്കിരിക്കും നമ്മളുടെ ഭാവിയും. ഇപ്പം നമ്മൾ വാലും തുമ്പും ഇല്ലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ ചോദിച്ചാൽ അങ്ങനെ പോയി ചോദിക്കും. കാരണം ഈ കുട്ടിയെ ട്രെയിൻ ചെയ്ത് വിടുന്നത് അങ്ങനെയാണ്. നിങ്ങൾ പോയി ഇന്നെ ചോദിച്ചിട്ട് വാ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ. പിന്നെ ഇപ്പം തന്നെ പത്രങ്ങളിൽ തന്നെ നമുക്കൊരു വാർത്ത വായിച്ചാൽ നമുക്കതിൻ്റെ ശരിക്കും ആർക്ക് എന്ത് എപ്പോൾ എവിടെ വെച്ച് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ലൈൻ നോക്കണം. ഇന്ന ഒരു ദാരുണമായ അന്ത്യം ആർക്ക്? ഇത് കല്ല് തെറിച്ച് വീണു, ആർക്ക് എവിടെ എപ്പോൾ ഒന്നുമില്ല. ഈ കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ടിനെ സ്കാൻ ചെയ്ത് അതിൻ്റെ അവസാനം വേണം. എന്നുവെച്ചാൽ പത്രങ്ങളുടെ റിപ്പോർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് വന്ന് നോക്കണമെന്ന്. വിഷ്വൽ മീഡിയയിലാകുമ്പോൾ അങ്ങനെ ഇല്ല, അവർക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് പറയാം. പക്ഷേ പത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. പത്രങ്ങളുടെ ഇമ്പാക്റ്റും വളരെ ഇതാണ്. കാരണം ആൾക്കാർ പലരും ഓർത്ത് വയ്ക്കുന്ന റിപ്പോർട്ട്സാണ്. ഒരു റിട്ടൺ വേർഡ് നമ്മൾ ഒരിക്കലും മറക്കില്ല, പക്ഷെ ഒരു വിഷ്വൽ നമ്മൾ മറന്നിരിക്കും. ഇപ്പം തന്നെ ഒന്നും വേണ്ട. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വിഷ്വലുണ്ട്. ആ വിഷ്വൽ എന്നെ പക്ഷെ ഭയങ്കരമായിട്ട് സ്പർശിച്ച്. എന്നുവെച്ചാൽ ഒരാൾ ചോദിക്കുകയാണ്, പാറശാലക്കാരൻ, അവിടെ ഇത് ആര് ജയിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാം, ആര് ജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കുറേ പേര് വരുന്നു, കുറേ വാഗ്ദാനങ്ങൾ വരുന്നു, പിന്നെ അവിടെ പൊടി പോലും കാണുന്നില്ല. അപ്പം എവിടെയാണ്? പിന്നെ അപ്പം സാധാരണക്കാരുടെ ഇഷ്യൂ റേസ് ചെയ്യാനായിട്ട് മാധ്യമങ്ങളില്ല. മാധ്യമങ്ങൾ വന്നിട്ട് ചോദിക്കുക എന്താണ്, ആരാണ് ആവുന്നതെന്ന് അവർക്ക് അതറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആരാണ് ആ ഭാഗത്തു നിന്നുള്ള ഒരു വരാനായിട്ടുള്ള സാധ്യതയുള്ള കക്ഷി സ്ഥാനാർത്ഥി, അത് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അത് ഇറ്റ് ഇസ് നോട്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ രാജ്യം മുഴുവനുള്ള വിവിധ മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, നിലവിലെ നമ്മുടെ ഈ മാധ്യമപ്രവർത്തന മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഈ അപജയം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എവിടെ കൊണ്ട് നിർത്തുമെന്നാണ് വേറെ കരുതുന്നത്? ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ തന്നെ അവർക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ. ഇപ്പം ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് വാട്സാപ്പിൽ വന്നു. കേരളത്തിൽ തന്നെയാണ്
ഒരാൾ ആരാളെന്ന് കാണിക്കുന്നില്ല, ഒരു ചോദ്യം പൊതുജനങ്ങളോട്, മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല, മുതിർന്നവർക്കും അറിയില്ല, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അറിയില്ല. അപ്പം നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മൾ ഈ പ്രബുദ്ധ കേരളമെന്നും എന്തോന്ന് വിദ്യാഭ്യാസത്തിൽ ഒന്നാം ഇതിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ പറഞ്ഞു വല്ല കാര്യമുണ്ടോ? ബേസിക്കായിട്ടുള്ള കാര്യം പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, കുട്ടികൾക്ക് അതിനെക്കുറിച്ച്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നു, അവർക്കറിയില്ല. അല്ല ഏതോ ആ പേര് എടുത്ത് അങ്ങനെ എന്തോ ആണ് അവിടെയും സംശയങ്ങളാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ പോകണമെന്ന് ജസ്റ്റ് ഒന്ന് അലൈൻമെൻ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഈ രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കാനായിട്ട് മാധ്യമങ്ങൾ വേണ്ട, മാധ്യമങ്ങൾ അവരുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് ഹൈലൈറ്റ് ചെയ്യണം. അതാണ് മാധ്യമങ്ങളുടെ ജോലി. മേഡം ഈ അവസാനം പറഞ്ഞ പോയിന്റോട് കൂടി തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. മാധ്യമങ്ങൾ ഇപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് നല്ലൊരു മാധ്യമപ്രവർത്തന സംസ്കാരം ലോകത്തിന് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു കാലം വരട്ടെ എന്ന പ്രതീക്ഷയെ നമുക്ക് വരുത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.